വേദിയിൽ ഉപവിഷ്ടരായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന നേതാക്കളെ, ഇവിടെ കൂടിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ, പൊതുജനങ്ങൾ, നിങ്ങളേവരും അറിയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ഒരു നവ സാമൂഹിക സംഘടനയാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 10-18 വർഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 അജണ്ടയുമായിട്ടാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത്. ഒന്ന്, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടമാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസത്തെ എതിർത്തുകൊണ്ടുള്ള ജനങ്ങളെ സംഘടിപ്പിക്കുന്ന ഒരു വലിയ പോരാട്ടമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തിക്കൊണ്ടുവരുന്നത്. ഇന്ത്യയെ മുഴുവനും ഫാസിസ്റ്റുകളുടെ കയ്യിലാക്കുന്ന ഒരു പ്രവർത്തനം കൂടി വന്നതോടുകൂടി ഫാസിസ്റ്റിനെ എതിർക്കുന്നതിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒറ്റപ്പെട്ടു നിൽക്കുകയാണോ എന്നുള്ള ഒരു സംശയം നമുക്ക് വളർന്നു വരുന്നുണ്ട്. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവസാനത്തെ ഒരു പ്രവർത്തകൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഫാസിസം ഇവിടെ വളർന്നു വരാൻ നാം സമ്മതിക്കില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈ യോഗത്തിൽ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കർണാടകയിലും ഫാസിസ്റ്റുകളാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലങ്ങളിൽ നമ്മുടെ സംഘടനയെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കർണാടകയിൽ തകർത്താൻ വേണ്ടി വളരെയധികം ശ്രമങ്ങളും വളരെയധികം മുസ്ലിം വേട്ടകളും കർണാടകയിലുണ്ട്. ഫ്രീഡം പരേഡ് എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിന്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന്റെ കാവലാളുകൾക്ക് വേണ്ടി, അതിനെ കാവൽ നിൽക്കാൻ വേണ്ടി അണിനിരത്തുന്ന വലിയ സംഭവമാണ് ഫ്രീഡം പരേഡ്. ആ ആഗസ്റ്റ് 15 അടുത്ത് വരുന്നതോടുകൂടി ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഫാസിസ്റ്റുകളോടുകൂടി ചെന്ന് അവരെ ഒപ്പം പിടിച്ചുകൊണ്ട് അതിനെ നിർത്തുവാനും ആ അഭിമാനത്തെ തകർക്കുവാനും ഫാസിസ്റ്റുകൾ ഇവിടെ സംഘടിക്കുകയും അവരുടെ പ്രവർത്തന മേഖലകളിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യും. പക്ഷേ എന്ത് വില കൊടുത്താൽ നാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കാവൽ നിൽക്കും, സ്വാതന്ത്ര്യത്തിന് നാം കാവൽ നിൽക്കുക തന്നെ ചെയ്യും എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ മുസ്ലിം വേട്ടകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനെപ്പറ്റി വിശദമായി സംസാരിക്കില്ല. മുസ്ലിം വേട്ടകൾ അവസാനിപ്പിക്കണമെന്ന ഒരു ഘോഷത്തോടുകൂടിയാണ് നാം ഈ ഒരു പരിപാടിയെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിനെ നാം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. മുസ്ലിം വേട്ടകളെ നിർത്തുന്നത് വരെ നാം പോരാട്ടത്തെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഇതിനെപ്പറ്റിയുള്ള വിശദമായ സംസാരങ്ങൾ ഈ വേദിയിൽ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ മഹത്തായ യോഗത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തോടു കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് നാസറുദ്ദീൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. Assalamualaikum warahmatullahi wabarakatuh. വേദിയുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ
ദേശീയ സംസ്ഥാന നേതൃത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കർമ്മധീരരായ സഹോദരന്മാരെ, ഈ പരിപാടി ശ്രമിക്കാനെത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല മനസ്സുള്ള സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരായിരം അഭിവാദ്യങ്ങൾ. കേരളത്തിൽ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ ഉത്കണ്ഠ ഉള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വ്യക്തമായ ചില നിലപാടുകൾ ഈ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ വിശദീകരിക്കുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായല്ല അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരു അധ്യാപകൻ ആക്രമിക്കപ്പെട്ട ദാരുണമായ ഒരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. അത്തരമൊരു സംഭവത്തെ കേരളത്തിലെ പൊതുസമൂഹം എതിർത്തപ്പോൾ ആ നിലപാടിനോടൊപ്പം സംഘടനയുടെ നിലപാടും അതൊരു സമയത്ത് വ്യക്തമാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ മറപിടിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങളെയും പാർട്ടികളെയും ഒക്കെ വേട്ടയാടാൻ തുടങ്ങിയിരുന്ന ആദ്യ അനുഭവമാണ് കേരള സംസ്ഥാനത്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. കേരളത്തില് അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും അതുപോലുള്ള അരക്ഷിതാവസ്ഥയും ഒക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയും ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇല്ലാതെ ഉഴന്നു നടക്കുന്ന പാർട്ടിയുമൊക്കെ പാർട്ടി പ്രവർത്തനത്തിന്റെ ദിനചര്യയായി എക്കാലത്തും കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത് അക്രമ പ്രവർത്തനങ്ങളും അരാജകത്വവും മാത്രമായിരുന്നു കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അത്തരം സംഭവ വികാസങ്ങളിലൊന്നും കാണിക്കാത്ത, അത്തരം സംഭവ വികാസങ്ങൾ നടക്കുന്ന സമയത്തൊന്നും കാണിക്കാത്ത ഒരു ഔത്സുക്യം, ഒരു അതിജാഗ്രത എങ്ങനെയാണ് ഒരു പ്രാദേശിക സംഭവത്തിന്റെ പേരിൽ നമ്മുടെ കേരള സംസ്ഥാനത്തും ഇന്ത്യ രാജ്യത്തേക്ക് പൊതുവിലും അവിടെ നിന്ന് അങ്ങോട്ട് വിട്ട് അന്താരാഷ്ട്ര തലത്തിലേക്കുമൊക്കെ മാറിയതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ നിന്ന് തുടക്കം കുറിച്ചിട്ടുള്ള ഒരു നവസാമൂഹിക മുന്നേറ്റ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യ രാജ്യത്ത് ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 പതിറ്റാണ്ടിന്റെ ഇന്ത്യയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് പുതിയൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചതാണ് ഈ തരത്തിലുള്ള
അടിച്ചമർത്തൽ പ്രക്രിയക്ക് തുടക്കം കുറിക്കാൻ കാരണമായിട്ടുള്ളത്. എവിടെയെല്ലാം വളരാനും ഉയരാനുമുള്ള ശ്രമങ്ങൾ മുസ്ലിം സമുദായം നടത്തിയിട്ടുണ്ടോ, വളരാനും ഉയരാനുമുള്ള എന്തെല്ലാം നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ, ആ നീക്കങ്ങളെ ഓരോന്നോരോന്നായി തകർത്ത് തരിപ്പണമാക്കാൻ ഈ രാജ്യത്ത് ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഭരണത്തിലിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അധികം അന്വേഷിക്കേണ്ടതായിട്ടില്ല. മുസ്ലിം സമുദായം ഒരുപാട് കാലമായി മറ്റുള്ളവരുടെ ഔദാര്യത്തിന്റെ പിന്നാലെ പോകുന്നവരായിരുന്നു. മറ്റുള്ളവരുടെ ഊരം പിടിച്ചുകൊണ്ട് മാത്രമേ തങ്ങൾക്ക് വളരാനും ഉയരാനും സാധിക്കുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ഒരു സമൂഹത്തെ പുതിയൊരു ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ ശ്രമത്തെ തങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഊർന്നു പോകുമെന്ന് കരുതിയപ്പോഴാണ് എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് എല്ലാ ഞാൻകൂട്ടുകൾക്കും ഒരുപാട് വിഷം വെച്ചു വരുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയം അതാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് കഴിയുമെന്ന് ഇത്തരക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. മുസ്ലിം സമുദായത്തിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ സമുദായത്തിന് കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ സമുദായത്തിന്റെ വേദനകളെ നെഞ്ചേറ്റിക്കൊണ്ട് ആ സമുദായം അകപ്പെട്ടിരുന്ന കുഴിയിൽ നിന്ന് കൈപിടിച്ചു ചേർക്കാനുള്ള ധീരോദാത്തമായ ഒരു തന്റേടപൂർവമായ ഒരു ശ്രമം ഈ രാജ്യത്ത് പുതുതായി തുടങ്ങി വെച്ചപ്പോൾ ആ തുടങ്ങിയത് ഇഷ്ടപ്പെടാത്ത ശക്തികളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് വേട്ടയാടാൻ ഒന്നിച്ചണിനിരന്നുകൊണ്ടിരിക്കുന്നത്. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എന്തെല്ലാം തരത്തിലുള്ള കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനത്ത് നിന്ന് ബോംബുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരുടെ വീടുകളിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ആ ആയുധങ്ങളും ആ ബോംബുകളും ഒക്കെ തന്നെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് SDPIയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും ലൈബ്രറിയിൽ കൂടിയാണ് എന്നും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാരുടേതാണ് ബോംബും ആയുധവുമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ദേശാഭിമാനിയിലും ജന്മഭൂമിയിലുമെങ്കിലും പൊതിഞ്ഞു വെക്കാനുള്ള ബുദ്ധിയെങ്കിലും ഈ പാവം പോപ്പുലർ ഫ്രണ്ടുകാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ മടയന്മാർക്ക് കഴിയാതെ പോയി എന്നതിലാണ് എനിക്ക് സങ്കടം തോന്നുന്നത്. നിങ്ങൾ ആരെയാണ് വിധിയാക്കാൻ നോക്കുന്നത്? പോലീസ് വണ്ടി പിന്നിൽ ചെല്ലുന്നു, ആയുധ വണ്ടി മുമ്പിൽ ചെല്ലുന്നു. കോരിച്ചെരിഞ്ഞ മഴ, കോരിച്ചെരിയുന്ന മഴയത്ത് നനയാത്ത പേപ്പറില് ബോംബുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന പേര് കേൾക്കേണ്ട താമസം നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് അണ്ണാക്ക് തൊടാതെയാണ് പലതും വിടുന്നത്. എന്ത് സാമാന്യമായ ഒരു നീതി, മാധ്യമ പ്രവർത്തനത്തിന്റെ സാമാന്യമായ നീതി പോലും കാണിക്കാൻ മാന്യതയുടെ മുഴുവൻ അതിർവരമ്പുകളിൽ ലംഘിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണെന്ന് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കാര്യം? ഈ ശബ്ദത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്. തെറ്റുപറ്റിയിരിക്കുന്നു നിങ്ങൾക്ക്. എന്തെല്ലാമാണ് അന്വേഷണം വേണ്ടത്?
അന്നും ഇതിനേക്കാൾ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു മാധ്യമങ്ങള്, പോലീസുകാര്, രാഷ്ട്രീയ പ്രവർത്തകന്മാര്. എന്തേ ഉണ്ടായത്? മാറാട് സംഭവത്തിന്റെ പേരിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടന്നു. LDFനെ തരിയിട്ട് നോക്കാൻ നിങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളില്ലാത്ത ഒന്ന് ഞങ്ങളുടെ മുകളിലേക്ക് വെച്ചുകെട്ടാൻ ശ്രമിച്ചാൽ അത് പായായി പോകുമെന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നില്ലേ മാറാട്? എന്നിട്ടും പഠിക്കുന്നില്ല. മാറാട് കേസിൽ 62 പേർ ഇപ്പോഴും ജയിലിൽ കഴിയുന്നുണ്ട്. പാർട്ടി തിരിച്ചുള്ള കണക്ക് പ്രസിദ്ധീകരിച്ചു നമ്മള്. ഇവിടെ വലിയ മിശിഹമാരായി ചമയുന്ന അക്രമത്തിനെതിരെ പിണറായി വിജയനും അതുപോലെ ജയരാജനും ഒക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഇത്ര വലിയ ഗാന്ധിയന്മാര് വരണ്ടാവില്ല എന്നാണ് നമ്മൾ കേൾക്കുക. CPMന്റെ പ്രവർത്തകരായിരുന്നു മാറാട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായിട്ട് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. KM ഷാജിയുടെ അനുയായികളാണ് മാറാട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായിപ്പെട്ട് ജയിലിൽ കഴിയുന്നത്. ഈ സംഘങ്ങളൊക്കെ ഒരേ സ്വരത്തിൽ സംസാരിച്ചുവെന്ന് ഇപ്പോഴും അതേ സംഘങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 3 തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ വെക്കാൻ വേണ്ടി വിഭവങ്ങൾ ശേഖരിച്ചു കൊടുക്കുന്നത് ഒരു കൂട്ടരാണ്. അത് നമ്മുടെ ഇന്റലിജൻസുകാർ, IB-ക്കാർ. അവര് കൊണ്ടുവെക്കുന്നത്, അവർ കൊണ്ടു നൽകുന്നത് അരിഞ്ഞു മുറുക്കി പാചകം ചെയ്യാനായി ഒരു കൂട്ടര് മാധ്യമങ്ങളുടെ ഡെസ്കിലിരിക്കുന്നു. മറ്റൊരു കൂട്ടര് വെച്ചു വിളമ്പാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ഫലം? ഇതിലൂടെ എന്താ നിങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ നാട് കത്തിച്ചാമ്പലാക്കാനാണ് നിങ്ങളുടെ ശ്രമം. പക്ഷേ ഈ നാടിനെ നശിപ്പിക്കാൻ എന്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ അവസാനത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അനുവദിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അത്തരമൊരു നിലപാടിനെ ചെറുക്കാൻ മുൻപന്തിയിലുള്ളവരാണ് ഞങ്ങൾ. ഈ നാട് ഞങ്ങളുടേത് കൂടിയാണ്. ഈ നാട്ടിലെവിടെ നിന്നും പുറത്തു നിന്ന് കടന്നു വന്നവരല്ല ഞങ്ങള്. ഈ നാട്ടിൽ ജനിച്ചുപിറന്നവരാണ് ഞങ്ങള്. ഇവിടെ തന്നെ മരിച്ചു വീഴേണ്ടവരുമാണ് ഞങ്ങള്. അതുകൊണ്ട് കുതന്ത്രങ്ങളിലൂടെ തകർക്കാമെന്നൊന്നും നിങ്ങൾക്ക് ശ്രമിക്കരുത്. ആശയപരമായി നേരിടാനുണ്ടെങ്കിൽ വരട്ടെ. BJP-ക്കാരനോ ഇവിടുത്തെ കോൺഗ്രസുകാരനോ ഹറാമായ ഒരു കാര്യവുമില്ല എന്നിടത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓരോരുത്തരെയും അവരുടെ ശക്തിയും അവരുടെ സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടി സഖാക്കള് തെരുവോരങ്ങളിൽ ഇരുന്നു കൊണ്ട് സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബുദ്ധദേവ് ഭട്ടാചാര്യ ഇസ്രായേലുമായിട്ട് നേരിട്ട് ഡീലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഇതെങ്ങനെയാണ് സാമ്രാജ്യത്വത്തിനെതിരെ CPM-ന് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുക? നമ്മുടെ കേരള സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്രാജ്യത്വം കടന്നു വന്നിട്ടുള്ളത് ഒരു കാലത്തും യുദ്ധങ്ങളിലൂടെ ആയിരുന്നില്ല, വാണിജ്യാടിസ്ഥാനത്തിലായിരുന്നു സാമ്രാജ്യത്വം കടന്നു വന്നത്. അത് തന്നെയാണ് ഇന്ന് ഇസ്രായേലിത നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തി കഴിഞ്ഞിരിക്കുന്നു. ചുണയുള്ള കമ്മ്യൂണിസ്റ്റുകാരാ, നീ ഒന്ന് വിളിക്ക്, സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് കേരള സംസ്ഥാനത്ത്. ഇതൊന്നും ആർക്കും പ്രശ്നമല്ല. രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി, രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുക്കാൽ നൂറ്റാണ്ടിലധികമായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്തെ തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ RSS ഇടപെട്ടതിന്റെ
മാത്രം മതി എന്നാണ് തീരുമാനിക്കാൻ പോകുന്നത്. കാരണം രണ്ടു ഒരേ ദൗത്യ. കൈരളി കൂടി ഉണ്ടല്ലോ കൂട്ടത്തിൽ. ഇത് മൂന്നും കൂടി ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് മതി എന്നുള്ളതിടത്തേക്ക് എത്തി. മുമ്പൊക്കെ ആദ്യം ദേശാഭിമാനി ജന്മഭൂമിയായിരുന്നു എഴുതല്. ഇപ്പോ ജന്മഭൂമിക്ക് യാതൊരു പ്രസക്തിയുമില്ലാത്ത വെറുതെ ആ ന്യൂസ് പ്രിന്റിന്റെ പൈസ BJP-കാരൻ കളയണ്ട, ആ ന്യൂസ് പ്രിന്റ് ഒക്കെ കൂടി കൊണ്ടുപോയിട്ട് ദേശാഭിമാനിയുടെ ഓഫീസിൽ ഇട്ട് കൊടുത്താൽ രണ്ടു കൂട്ടർക്കും വളരെ സൗകര്യമാണ്. ഹിന്ദുത്വ ഫാസിസത്തെ എതിർക്കുന്നിടത്ത് നിലപാടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ന് എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? 1993 ശേഷം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്ഫോടനങ്ങൾ നടന്നു ഇന്ത്യ രാജ്യത്ത്. 1992 വരെ മുസ്ലിം ഉന്മൂലനത്തിന് ഒരു പാറ്റേൺ ആയിരുന്നു സ്വീകരിച്ചിരുന്നെങ്കിൽ 93 ശേഷം ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ചിട്ടുള്ള പാറ്റേൺ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കുക എന്നായിരുന്നു. സൃഷ്ടിച്ച സ്ഫോടനങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്തം മുസ്ലിം സമുദായത്തിന്റെ തലയിൽ വെച്ച് കെട്ടി ഒരുപാട് ചെറുപ്പക്കാർ ഇന്നും ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മക്ക മസ്ജിദിന്റെ സ്ഫോടനത്തിന്റെ പേരിൽ RSS-കാരനാണ് സ്ഫോടനം നടത്തിയത് എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും RSS-ന്റെ നേതാക്കന്മാർക്കുൾപ്പെടെ ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും ജയിലിൽ കഴിയുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇന്ന് മോചനമില്ല. സംജോത എക്സ്പ്രസ്, മാലേഗാവ്, അജ്മീർ സ്ഫോടനം, ഭോപ്പാൽ സ്ഫോടനം തുടങ്ങി എണ്ണപ്പെട്ട ഇന്ത്യ രാജ്യത്തറിയുന്ന 7ഓളം സ്ഫോടനങ്ങൾ RSS-ന്റെ പങ്കാളിത്തമുണ്ട് എന്ന് തെളിഞ്ഞപ്പോൾ ദേശീയ മാധ്യമങ്ങള് അല്പമെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കിങ്ങിണി വർത്തമാനങ്ങളിലാണ് താല്പര്യം എന്നതാണ് പ്രശ്നം. അത്തരം ഒരു ഭാഗം ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു സമൂഹത്തെ ഒരുപാട് കാലം അടിമകളാക്കി നിർത്തി ആ അടിമത്തത്തിന്റെ തുടർച്ച ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ശ്രമങ്ങളെ തിരുത്താനായി ഇന്ത്യ രാജ്യത്ത് പുതിയൊരു മുന്നേറ്റം വരുമ്പോൾ ആ മുന്നേറ്റത്തെ ടാർഗറ്റ് ചെയ്യുന്നവർ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഹിന്ദുത്വ ഫാസിസത്തിന്റെയും കൂട്ടിക്കൊടുപ്പുകാരാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ആ കൂട്ടിക്കൊടുപ്പിന്റെ പ്രക്രിയയാണ് അനശ്യൂതം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഇത്രയേറെ ഭീകരമായ തോതിൽ ഒരു സമുദായത്തിന് നേരെ തിരിഞ്ഞതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ അത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തിരിച്ചറിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ അപകടകരമായിട്ട് ഇതിന്റെ പ്രതിയോഗികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് ഉയർന്നു വരുന്ന എല്ലാറ്റിനെയും ഈ രീതിയിൽ നിഷ്കാസനം ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന്, അവരുടെ സാമൂഹ്യ പരിസരത്ത് നിന്ന് അവരുടെ പ്രശ്നങ്ങളും വേദനകളും മനസ്സിലാക്കിക്കൊണ്ട് സംഘടിക്കുമ്പോൾ ആ സംഘടിച്ചു കൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും അടിച്ചമർത്താനും തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ മുദ്രകുത്തി ഇല്ലാതാക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. മുസ്ലിങ്ങളെ വേട്ടയാടുന്ന അതേ പവറിൽ തന്നെ മറുഭാഗത്തത കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദളിത് സമൂഹങ്ങളെയും ഇതുപോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. വർക്കലയിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ മറപിടിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരു അധ്യാപകൻ ആക്രമിക്കപ്പെട്ട സംഭവവുമായി എങ്ങനെയാണോ പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടാൻ ശ്രമിക്കുന്നത് അതേപോലെ തുല്യതകളില്ലാത്ത വിധമാണ് ദളിത് സഹോദരങ്ങളെ വേട്ടയാടിയിട്ടുള്ളത്. ആ വാർത്ത നൽകിയിട്ടുള്ള കേരള ശബ്ദത്തിന് മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ വേട്ടയെക്കുറിച്ച് മിണ്ടാനല്ല സാധിക്കുന്നത്, നിറം പിടിപ്പിച്ച മഞ്ഞക്കഥകൾ പ്രചരിപ്പിക്കാനാണ്. ദളിത് സമൂഹം അവരുടെ സാമൂഹ്യ ചുറ്റുപാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പരിസരത്ത് നിന്നുകൊണ്ട് അതിശക്തമായ രീതിയിൽ
ഉയർത്തെഴുന്നേൽപ്പിന് തയ്യാറായി. DHRM എന്ന പേരില്, ദളിത് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് എന്ന പേരില് അവരെ ചെയ്തതെന്താ? അവരെയും ഒരു കൊലപാതകത്തിന്റെ മറ പിടിച്ചുകൊണ്ട് ഭീകരമായ തോതില് നിഷ്കാസനം ചെയ്യാൻ ശ്രമിച്ചു. സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ചു, ക്രൂരമായ തോതിൽ വർദ്ധിച്ചു. എന്താ കാര്യം? അക്കാലം വരെയും CPM-നും അതുപോലെ തന്നെ RSS-നും BJP-ക്കും കോൺഗ്രസിനും വേണ്ടി ഗുണ്ടാ പണിയെടുത്തിരുന്ന, തല്ലാനും കൊല്ലാനും പോയിരുന്ന സമൂഹമായിരുന്നു ദളിത് കോളനികളിലെ ദളിത് യുവാക്കള്. അവർ കഞ്ചാവ് കൃഷി നടത്തിയിരുന്നു, അവർ കഞ്ചാവിന്റെ വിൽപ്പന നടത്തിയിരുന്നു, മദ്യം അവർ ഉപയോഗിച്ചിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസം ഒരു നാൾ അവർ തീരുമാനിക്കുകയാണ്, ഇനി ഞങ്ങൾ ഈ പ്രവർത്തനത്തിനില്ല. ഞങ്ങളുടെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അക്ഷരം നേടാൻ, വിദ്യ നേടാൻ, അരി വാങ്ങാൻ വഴിയുണ്ടാകട്ടെ ഈ സമൂഹത്തിന് എന്ന് പറഞ്ഞ് തിരിച്ചറിവുണ്ടായിക്കൊണ്ട് ദളിതുകൾ ഉയർത്തെഴുന്നേറ്റപ്പോൾ RSS-കാരനും ശിവസേനക്കാരനും CPM-ന്റെ പോലീസിനെ ഉപയോഗിച്ച് ഒന്നിച്ചു ചേർന്നുകൊണ്ട് അവരെ വേട്ടയാടി. എക്കാലവും ഊരയിൽ പിടിച്ച്, കോന്തലത്തുണിയിൽ പിടിച്ച് മുസ്ലിം സമുദായം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതേ ശക്തികൾ ഇന്നിതാ ദളിതുകളെ വേട്ടയാടിയ പോലെ മുസ്ലിം സമുദായത്തിന് നേരെയും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിന്റെ അകത്ത് നിന്ന് അവർക്ക് ആവശ്യമുള്ള ചില കൂട്ടരുണ്ട്. ആ കൂട്ടരെ അവർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, അവരവർ വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കും, അവർക്ക് വേണ്ടി മദ്ഹുകൾ ചൊല്ലിക്കൊണ്ടിരിക്കും, അവർക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത്തരം മുട്ടിലിഴയുന്ന ശക്തികളിൽ നിന്ന് മോചനം നേടിക്കൊണ്ട് പുതിയ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യൻ ജനത വായിച്ചെടുക്കുന്ന ഒരു നാളാണ് ഇന്ത്യ രാജ്യത്ത് വരാൻ പോകുന്നത്. അതുപോലെ മുട്ടിലിഴയാൻ, ഒതുങ്ങി നിൽക്കാൻ തയ്യാറല്ല ഞങ്ങൾ. നിങ്ങള് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ കുറ്റകൃത്യങ്ങളെ ഒരേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ കണക്കുകളെടുത്ത് പരിശോധിക്ക്. ഇന്ന് കേരളത്തിലെ ജയിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടി തിരിച്ചൊരു കണക്കെടുക്കാൻ തയ്യാറാവ്. ആഭ്യന്തര വകുപ്പ് ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിലാണല്ലോ. പോളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെയാണ് അദ്ദേഹവും. ഒന്ന് പറയട്ടെ, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ എത്ര പ്രവർത്തകന്മാരുണ്ട് 17 കൊല്ലത്തിനിടയിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നത്? ഒരെണ്ണത്തെ കാണിച്ചു തരാൻ കഴിയോ? പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രവർത്തകനും ഇന്ന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നില്ല. കേരളത്തിൽ 10 വർഷത്തിനിടയിൽ നടന്ന കൊലപാതകങ്ങളില് ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയിട്ടുള്ളത് 119 കൊലപാതകങ്ങളില് 50 എണ്ണം നടത്തിയത് CPM ആണ്. കൈവെട്ടും തലവെട്ടും അതിന്റെ എക്സ്ട്രാ കണക്ക് വേണമെങ്കിൽ നമ്മൾ അഡീഷണൽ ചേർത്ത് വെക്കേണ്ടി വരും. ആരാണ് ഇവിടെ ഇതൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ളത്? താലിബാനിസമാണത്രേ. ഒരു താലിബാനിസമല്ല, ഇത് യഥാർത്ഥ മാർക്സിസമാണ്. അവിടെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് മാർക്സിസത്തിന്റെ പകർപ്പ് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ. കൈവെട്ടി അരിശന്തീരാഞ്ഞിട്ട് സുനിൽ കുമാറിന്റെ കൈ കൊണ്ട് ഇലക്ട്രിക്കൽ പോസ്റ്റ് തൂക്കി RSS-കാരൻ. വാർത്ത ഉണ്ടായോ നമുക്ക്? 2008 മാർച്ച് മാസത്തില് ലോകകപ്പിൽ ഫുട്ബോൾ കാണുന്ന പോലെയായിരുന്നു നമ്മള് തലകൾ അച്ചു വീഴുന്നത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ടത് 9 ജീവനാണ് കണ്ണൂരിൽ വിലപ്പെട്ടത്, നഷ്ടപ്പെട്ടത്. ആരാണ് എടുത്തുകൊണ്ടുപോയത്? അവിടെയൊന്നും കാണിക്കാത്ത ഒരു ഔത്സുക്യം എന്താണ്? ഒരു പ്രാദേശിക സംഭവത്തിന്റെ പേരിൽ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുധങ്ങൾ കണ്ടെത്തട്ടെ, ഞങ്ങളും സഹകരിക്കാം. തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുന്നു. ഇന്നിപ്പോൾ കേരള പോലീസും അതുപോലെയുള്ള മറ്റുള്ളവരും കാണിച്ചു കൊണ്ടിരിക്കുന്ന ഔത്സുക്യത്തിന്റെ
10% അല്ല 100% ആത്മാർത്ഥത കാണിച്ചാൽ നമുക്ക് ലോഡ് കണക്കിന് ആയുധങ്ങളിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് നമുക്ക് കയറ്റിയേക്കാൻ കഴിയും. ഇന്ത്യൻ സൈന്യം പോലും ചിലപ്പോൾ അമ്പരന്ന് പോകും. ആ രീതിയിലുള്ള ആയുധ ശേഖരങ്ങളല്ലേ കണ്ണൂരിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. ആയുധങ്ങൾ വേട്ടയാടുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന്. കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം വിഡ്ഢികളാക്കാനാണ് പിണറായി വിജയൻ നോക്കുന്നത്. പിണറായി പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടുകാരെ പള്ളിയിൽ നിന്ന് അകറ്റണം. കേരളത്തിന്റെ മുസ്ലിങ്ങളുടെ മേൽക്കാതിയായി ഇതാ പിണറായി വിജയൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നമുക്കങ്ങ് സ്വീകരിക്കാം പിണറായി. പക്ഷേ കൊണ്ടുവെക്കുന്ന ബോംബും പിണറായിയുടെ ആൾക്കാരുടേതാണ് എന്ന് തിരിച്ചറിയാൻ കേരള ജനതയ്ക്ക് കഴിഞ്ഞുപോയി മിസ്റ്റർ പിണറായി. 2 ദിവസം കഴിഞ്ഞപ്പോ ഖബർസ്ഥാനിൽ നിന്ന് ബോംബ് കിട്ടുന്നു. ഒരന്വേഷണം, ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ കാര്യങ്ങളിൽ? മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മാധ്യമങ്ങൾക്ക് അതിൻ്റെതായ ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം. എല്ലാവരും കൂടി എന്തെങ്കിലും ഒന്ന് പടച്ചുവിടുമ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് ഒരു പുസ്തക പ്രകാശന ചടങ്ങ് നടന്നപ്പോൾ കൈവെട്ട് കേസിന്റെ ഗൂഢാലോചനാ യോഗം തമിഴ്നാട് അതിർത്തിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു ചാനലുകാരൻ വാർത്ത കൊടുത്തു. ഞങ്ങൾ മറ്റൊരു ചാനലുകാരനെ വിളിച്ചു ചോദിച്ചു, 2 ചാനൽ ഒരേപോലെ വാർത്ത പ്ലേ ചെയ്തപ്പോ അത് ഇന്ത്യ വിഷൻ തന്നതാണ് എന്ന് മറ്റേ ചാനലുകാരൻ. എന്നാൽ വസ്തുത സുഹൃത്തെ ഇതാണ് എന്ന് പറഞ്ഞപ്പോ പിന്നെ അഡ്രസ് ഇല്ല. സാമാന്യമായ ഒരു മര്യാദ വേണ്ട. ഒന്ന് അന്വേഷിക്കണ്ടേ എന്താ നടക്കുന്നത്? ഞാൻ എല്ലാവരെയും ഒരുപോലെയല്ല പറയുന്നത്. മാന്യത കാണിക്കുന്നവരുണ്ട്, മാന്യത കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഈ മാന്യത കാണിക്കുന്ന ആളുകൾക്ക് പോലും സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് നിൽക്കക്കള്ളിയില്ലാത്ത വിധം മാധ്യമങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ വക്താവായിരുന്ന VN ഗാഡ്ഗിൽ പറഞ്ഞിരുന്നു, ഇന്ത്യ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരില് RSSൽ നിന്ന് മാസപ്പടി പറ്റിക്കൊണ്ടിരിക്കുന്ന 100 കണക്കിന് പത്രപ്രവർത്തകന്മാരുണ്ട് എന്ന് അന്ന് ഗാഡ്ഗിൽ പറഞ്ഞപ്പോൾ കേരളത്തിലെയോ ഇന്ത്യ രാജ്യത്തെയോ മാധ്യമ പ്രവർത്തകരൊന്നും അതിനെതിരെ പ്രതിഷേധ പ്രകടനവുമായി റോട്ടിലിറങ്ങിയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. RSSന്റെ താല്പര്യാനുസരണം വാർത്തകൾ മെലിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചു, ജനുവരി 26 ആകുമ്പോൾ, ഓഗസ്റ്റ് 15 ആകുമ്പോൾ എന്തെല്ലാം ഭീതിതമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായ സ്ഫോടനങ്ങൾ നടക്കാൻ പോകുന്നു. ആ സ്ഫോടനങ്ങളുടെ പിന്നിൽ സംശയത്തിന്റെ നിഴലാർക്കാ വെച്ചു കൊടുക്കുക? അംഗീകൃത തീവ്രവാദ സംഘടന ഏതാണോ ഉള്ളത് അവർക്ക് മുകളിൽ ചാർത്തി കൊടുക്കാൻ ശ്രമിച്ചു. ഓരോ സംഭവങ്ങളും നമ്മുടെ നാട്ടിന്റെ അസ്വസ്ഥതയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് താല്പര്യം ഇന്ത്യ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനും അതുപോലെ തന്നെ ഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘങ്ങൾക്കും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളം സമാധാനപൂർണമായ ഒരു നാടാണ്. കേരളത്തില് പൊതുവെ സമാധാനം നിലനിൽക്കുന്ന ഒരു നാട്ടില് ഇതിന്റെ വിത്തുകൾ പാകാൻ കുറെ കാലമായിട്ട് ഇവിടുത്തെ സംഘപരിവാര ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ സംഘപരിവാര ശക്തികൾ പൂർണ്ണ വിജയം നേടാൻ കഴിയാത്തിടത്ത് നമ്മുടെ സർക്കാരിന് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെയൊക്കെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാജാരോപണങ്ങൾ. പോലീസ്, കേരളത്തിന്റെ പോലീസ് അത്ര വർഗീയമാണെന്നും ഞാനൊന്നും ഒരിക്കലും പറയില്ല. വർഗീയമായ ഒരു ചേരിതിരിവ് കേരളത്തിന്റെ പോലീസിന്റെ ഇക്കാലം വരെ ഉണ്ടായിട്ടുണ്ട് എന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചിലരെയൊക്കെ അങ്ങനെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ
വളരെ അടുത്ത നാളുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളാണ് ബീഭത്സമായ ഭീകരമായ വാർത്തകൾ മാധ്യമങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാരന്റെ വീട്ടിൽ നിന്ന് നീല സീഡി കിട്ടി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നാട്ടുകാർ വിശ്വസിക്കുക എന്ന് അറിയാത്ത വിഡ്ഢിയായിരുന്നു അത്തരം ഒരു വാർത്ത പ്ലാൻ ചെയ്തിട്ടുള്ള IB ഉദ്യോഗസ്ഥൻ. അത് അബ്ദുൽ നാസർ മഅ്ദനിയുടെ അൻവാർശ്ശേരിയിൽ നിന്ന് ഗർഭനിരോധന ഉറകൾ കിട്ടി എന്ന് പ്രചരിപ്പിച്ച അതേ സോഴ്സ് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജനമനസ്സുകളിൽ ഇടം നേടുന്നത് തകർക്കാനായി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടാക്കി. പിന്നെ കിട്ടിയതെന്താ? റെയ്ഡിനിടയിൽ കിട്ടിയിട്ടുള്ളത് ഒരു എയർ ഗൺ. ഈ എയർ ഗൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലുള്ള ബാലപാഠം അറിയാത്ത ജേർണലിസം കോഴ്സിൽ ഞാൻ പറയുന്നു, മാധ്യമ പ്രവർത്തകരോട് ജേർണലിസം കോഴ്സിൽ അത്തരമൊരു ചില ടെർമിനോളജികളൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനമെങ്കിലും മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നതാണ്. എയർ ഗൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, റിവോൾവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, തോക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ബോംബ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, പടക്കം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനമൊക്കെ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണെന്നാണ്. എത്ര ഭക്ഷണത്തിലാണ് ഒരു എയർ ഗണ്ണ് കിട്ടിയപ്പോൾ ഭീകരവാദത്തിൽ, അതും വാഗമണ്ണിൽ നിന്ന് ട്രെയിനിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു എയർ ഗണ്ണാണ് ഇവരെങ്ങനെ നടക്കുകയാണ്? എത്രമാത്രം വിഡിത്തമാണ് ഓരോ ദിവസവും വിളമ്പി. തലേന്ന് വിളമ്പുന്ന വിഡിത്തത്തിന്റെ നേരെ എതിർഭാഗമായിരിക്കും പിറ്റേ ദിവസം വരുന്നത്. അതൊന്നും കമ്പയർ ചെയ്യാനുള്ള സമയമില്ല. കാരണം അതാത് ദിവസങ്ങളിൽ അത്യാവശ്യം സ്കൂപ്പുകൾ പോകേണ്ടതുണ്ട്. എവിടേക്കാണ് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാടിനെ നിലനിർത്തേണ്ട, നമ്മുടെ നാട്ടിലെ സമാധാനം നിലനിർത്തേണ്ട വലിയ ഉത്തരവാദിത്തമുള്ള മാധ്യമങ്ങൾ ഈ ഒഴുക്കിനനുസരിച്ച് നീന്തുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്നാണ് രാജ്യ താല്പര്യമുണ്ടെങ്കിൽ, ജനതാല്പര്യമുണ്ടെങ്കിൽ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഓരോരോ സന്ദർഭങ്ങളിലും ഈ നാട്ടില് 10-17 വർഷമായി പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ തകർക്കുന്ന ഒരു തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കും 17 കൊല്ലത്തെ തെളിവുകൾ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 6 കൊല്ലം ഇന്ത്യ രാജ്യം RSS ഭരിച്ചിരുന്നു. RSS ഭരിച്ചപ്പോൾ അന്ന് ആ RSS ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഘട്ടത്തിലാണ് മാറാട് സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഇന്നത്തെ മുരളീധരന്റെ മുൻ നേതാക്കന്മാരൊക്കെ മാസാമാസം ഡൽഹിയിലേക്ക് വണ്ടി കയറുകയായിരുന്നു. എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് LDF-നെ നിരോധിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് സാക്ഷാൽ ID സ്വാമി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ID സ്വാമി കേരളത്തിൽ വരുന്നത്. പത്രക്കാർ ചോദിച്ചു, LDF-നെ നിരോധിക്കുമോ? മതിയായ തെളിവുകളില്ല. ഇല്ലാത്ത ഒരു തെളിവ് ID സ്വാമിക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഇനി എവിടുന്നാണ് ഈ കോടിയേരിയുടെ പോലീസിന് ഇതുപോലുള്ള തെളിവുണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നാണ്. RSS അധികാരത്തിലിരുന്ന സമയത്ത് തുടങ്ങി നിരോധനം. ഇത് നിരോധിക്കൊന്ന് കാണാലോ. നിരോധനം, ജയില്, തടവറ, ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ആരെയാ? പോപ്പുലർ ഫ്രണ്ടിനെയോ? ഇത് തീയിൽ കുരുത്തതാ. അങ്ങനെയൊന്നും ഒരു പൊരിവയിലേറ്റിട്ട് പാടാൻ പോകുന്ന പ്രസ്ഥാനമല്ല. കാലം തെളിയിക്കാൻ പോവുകയാണ്. ഇവിടെ ഭീകരമായ ഇത്തരം അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് താല്പര്യത്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ കാലത്തും ഒരു വിധേയരായ ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കണമെന്ന്, മുസ്ലിം സമുദായം നിലനിൽക്കണമെന്നും അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള പിന്നോക്ക ദളിത് വിഭാഗങ്ങളൊക്കെ നിൽക്കണമെന്നും എന്നും തമ്പുരാന്റെ ഇല്ലത്ത് ചെന്ന് കൈനീട്ടി വാങ്ങേണ്ടവരാണെന്നുള്ള ബോധം, ആ ബോധമുള്ള ആളുകളാണ്
ഇന്ന് ദുഷ്പ്രചരണങ്ങളിലൂടെ ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരുന്ന ഒരു മുന്നേറ്റത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഓരോന്നിന്റെയും നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളിവിടെ പരസ്യമായി പ്രഖ്യാപിച്ചു, പരസ്യമായി പ്രവർത്തിച്ചു, പരസ്യമായി പ്രസിദ്ധീകരണങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. പിടിച്ചെടുക്കപ്പെട്ട ലഘുലേഖകൾ അതിൽ രാജ്യദ്രോഹപരമായ എന്തോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. എവിടെയായിരുന്നു സുഹൃത്തുക്കളെ നിങ്ങളൊക്കെ? 993 മുതൽ ജനസമക്ഷം വിതരണം ചെയ്ത ഒരു നോട്ടീസ്, ഒരു പോസ്റ്റർ, ഇതൊന്നും കാണാൻ നിങ്ങൾക്ക് കണ്ണില്ലായിരുന്നു. അന്നൊക്കെ എന്തെങ്കിലും രാജ്യദ്രോഹം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് കേസെടുത്തില്ല? ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ വരുമ്പോൾ അവിടെ ഫയലിൽ സൂക്ഷിക്കുന്നു. എന്തെങ്കിലും രാജ്യദ്രോഹം ഉണ്ടെങ്കിൽ ഫയലിൽ സൂക്ഷിക്കാൻ മാത്രമുള്ള വിഡ്ഢികളാണ് ആ പോപ്പുലർ ഫ്രണ്ടുകാർ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വേഗം കത്തിച്ചു കളയല്ലേ ചാനലൊക്കെ വരുമ്പോ? അത്രയൊക്കെ ബുദ്ധി ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾ കത്തിച്ചു കളയും. എന്തൊക്കെയാ പറയുന്നത്? യാതൊരു വിധത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ കേൾക്കുന്നത് അപ്പോൾ ഒന്ന് ക്രോസ് വെരിഫിക്കേഷൻ പോലും നടത്താൻ കഴിയാത്ത വിധം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ തെറ്റായ ഒരു നടപടിയാണ്. പിടിച്ചെടുക്കപ്പെട്ട CD-കൾ 93 മുതൽ ഞങ്ങൾ പൊതുസമൂഹത്തിൽ വിതരണം ചെയ്തതാണ്. ലഘുലേഖകൾ ഞങ്ങൾ പൊതുസമൂഹത്തിൽ വിതരണം ചെയ്തതാണ്. പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ യൂണിറ്റി ഹൗസിൽ നിന്ന്, ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിടിച്ചെടുത്ത പുസ്തകം എന്താണെന്നറിയോ? മതം മാറാനുള്ള പുസ്തകമാണെന്ന്. കേരളത്തിലെ പത്രങ്ങളിലൊക്കെ അടിച്ചു വന്ന ലേഖനങ്ങളെല്ലാം കൂടി തുന്നിക്കെട്ടി ചേർത്തിട്ട് മതം മാറ്റത്തിന്റെ തെറ്റും ശരിയും എന്ന് പറഞ്ഞുകൊണ്ട് ലവ് ജിഹാദ് വന്ന കാലഘട്ടത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതാണ്. മതം മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന പുസ്തകമാണെന്ന് പ്രചരിപ്പിക്കുന്നത്. CD-കളും അതുപോലെ തന്നെ. എല്ലാവർക്കും അറിയേണ്ടത് NDF-ന്റെ പോപ്പുലർ ഫ്രണ്ടിന്റെ സാമ്പത്തിക സ്രോതസ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ് നിങ്ങൾക്കറിയണോ? ഇതാ ഈ മുന്നിലിരിക്കുന്ന പുരുഷാരമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സ്രോതസ്. കാണിച്ച ബക്കറ്റിലേക്ക് ₹1 നാണയമിട്ടാൽ നടത്തിക്കൊണ്ടുപോകാവുന്ന പ്രവർത്തനങ്ങളെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് നടത്തുന്നുള്ളൂ. പരിശോധിച്ചല്ലോ 93 മുതൽ 17 കൊല്ലം. എന്തുകൊണ്ടാണ് ഇത് ദുരൂഹത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഓരോന്ന് വരുമ്പോഴും കോയമ്പത്തൂർ വന്നപ്പോൾ, മാറാട് വന്നപ്പോൾ, എന്തിനേറെ കാശ്മീർ അതിർത്തിയിൽ 4 പേര് കൊല്ലപ്പെട്ടപ്പോഴും അതും കൊണ്ടുവന്ന് ചാട്ട നോക്കിയില്ലേ? എന്തുണ്ടായത്? ഒക്കെ ഓരോരുത്തർക്കും തിരിഞ്ഞു കുത്തുകയാണ്. സംരക്ഷിച്ചവരാരാ? ഞങ്ങളല്ല. ഞങ്ങളല്ല. നിങ്ങളിപ്പോ ആരും സംരക്ഷിച്ചിട്ടില്ല. ഒരു IG ഇവിടുന്ന് വിമാനം കയറിപ്പോയി ഖത്തറിൽ പോയി ബക്കറ്റിലാക്കി തീവ്രവാദികളെ കൊണ്ടുവരാൻ പോയ നാടാണോ ഡോക്ടറെ നമ്മുടെ നാട്? എന്തൊക്കെ രസകരമായ കഥകളാണ് ഓരോ സമയത്ത് നമ്മൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഫലം? എന്താണെന്നറിയോ? സമൂഹത്തിന്റെ ഇടയിൽ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയാണ്. സംശയം വർദ്ധിക്കുകയാണ്. ആ സംശയം വർദ്ധിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഫലം ഈ നാട് തകർന്ന് തരിപ്പണമാകുകയാണ്. നിങ്ങൾക്കറിയോ, ഭീമാപള്ളിയിൽ 6 മുസ്ലിങ്ങളുടെ വിലപ്പെട്ട ജീവൻ നമ്മുടെ കാക്കിക്കുള്ളിലെ കാപാലികന്മാർ വെടിവെച്ചിട്ടപ്പോൾ ഏറ്റവും പ്രക്ഷുബ്ധമായ തീ കാളിക്കത്താവുന്ന ഭീമാപള്ളി കടപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ തന്ത്രപരമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഭീമാപള്ളിയിൽ കത്തിച്ചാമ്പലാവാതിരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കത്തുമായിരുന്നു കേരളം. അവിടെ അവസരോചിതമായി ഇടപെട്ടുകൊണ്ട് കേരളത്തെ തകർക്കാതിരിക്കാൻ
ബുദ്ധിപൂർവം ഇടപെട്ട കേരളത്തിലെ ഒരേ ഒരു പ്രസ്ഥാനം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു. മറ്റാരെയും അന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കറിയാം ഈ നാട്ടിലുണ്ടാകുന്ന ഓരോ സ്പാർക്കിങ്ങും എവിടേക്കാണ് ചെന്നെത്തുന്നത് എന്ന്, എവിടെയാണ് ഇത് ചെന്നുകൊള്ളുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ നാട് തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഈ നാട്ടിനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾക്ക് വലിയ ലക്ഷ്യമുണ്ട്. ഒരു സമൂഹം അടിത്തട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യത്തിന്റെ, കഷ്ടപ്പാടിന്റെ, നിരക്ഷരതയുടെ പ്രതീകങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു സമുദായമാണ് ഇന്ന് മുസ്ലിം സമുദായം. 63 കൊല്ലം ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും നല്ല മുൻചുള്ള, നല്ല മോഹന വാഗ്ദാനങ്ങൾ കേട്ട് മയങ്ങി ഉറങ്ങിയിരുന്ന ഒരു സമുദായത്തെ തട്ടി ഉണർത്തിക്കൊണ്ട്, ഇതാ സുഹൃത്തെ, നിനക്ക് സ്വാതന്ത്ര്യം വേണോ, ഇതാ പുതിയൊരു മൂവർണ്ണക്കൊടിയുണ്ട്, അതിലേക്ക് ഇങ്ങ് പോരൂ എന്ന് പറഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുക്കുമൂലകളിലേക്ക് ചെന്നതിന്റെ അസ്വസ്ഥതകളാണ് ഇപ്പോൾ പലരും പ്രകടിപ്പിക്കുന്നത്. അതിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജനസ്വീകാര്യതയാണ്. കേരളം കഴിഞ്ഞാൽ പിന്നെ ത്രിപുര, ത്രിപുര കഴിഞ്ഞാൽ പിന്നെ ബംഗാള്, അതിനപ്പുറത്ത് രോഗമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനൊന്നും ഇത് മനസ്സിലാകാൻ പോകുന്നില്ല. ഭരിച്ച് തരേണ്ടതൊക്കെ തന്നിട്ടുണ്ടല്ലോ ബംഗാളിൽ, ഈ സമുദായത്തിന് വാങ്ങിവെച്ചിട്ടുണ്ടല്ലോ. ബംഗാളിൽ ഇപ്പൊ എന്താ നടക്കുന്നത്? ബുദ്ധദേവ് ഭട്ടാചാര്യ പറയുന്നു, നിങ്ങൾ മമതയ്ക്കെതിരെ RSS ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. RSSും BJPയും ചതുർത്ഥിയില്ലാത്തതായിട്ട് മാറുന്നു. CPMന് അട്ടിമറി പ്രവർത്തനത്തെ കുറിച്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ മമതാ ബാനർജി പറയുന്നു CPMന്റെ പങ്കും അന്വേഷിക്കണമെന്ന്. അരാജകത്വം ഉണ്ടാക്കുക, നാട്ടില് അസ്വസ്ഥത ഉണ്ടാക്കുക, അതിലൂടെ തങ്ങൾക്ക് കിട്ടാനുള്ള, തങ്ങൾക്ക് ലഭിക്കാനുള്ള, തങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കാൻ എന്നതിനെ കുറിച്ച് മാത്രമേ ഇന്ന് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുതലാളി നേതാക്കന്മാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുതലാളി നേതാക്കന്മാർക്ക് ഇന്ന് ചങ്ങാത്തമുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് ഒന്ന് പാർട്ടി സഖാക്കളോടൊന്ന് പരസ്പരം ഒന്ന് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ CPMും BJPക്കും ഇന്ന് യോജിച്ച അജണ്ടയാണുള്ളത്. ആ യോജിച്ച അജണ്ട, ഈ രാജ്യത്ത് ഒരു പുതിയ ശക്തി അത് ഉയർന്നു വരാൻ പാടില്ല. അക്കാര്യത്തിൽ BJP ആണെങ്കിൽ BJP, RSS ആണെങ്കിൽ RSS അതുണ്ടായിക്കോട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് പോകുന്നത്. എത്രമാത്രം മോശമായ ഒരു ചിത്രമാണ് BJPയുടെ ദേശീയ കാര്യാലയത്തിൽ പ്രകാശ് കാരാട്ടിന്റെ ഫോട്ടോ പതിഞ്ഞു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ ഈ സഖ്യത്തിന്റെ അവസാനം എവിടേക്കാണ് ചെന്നെത്തുക എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. പാർലമെന്റിലെ രാജ്യസഭയില് വനിതാ ബിൽ അവതരിപ്പിച്ചപ്പോൾ ഫാസിസത്തിനെതിരെ നിലപാടുള്ള CPMന്റെ വൃന്ദാ കാരാട്ടും സുഷമ സ്വരാജും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ആഹ്ലാദനൃത്തം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചിത്രങ്ങൾക്ക് ഇനി വ്യാപകമായ പ്രചാരം കിട്ടുന്നതിൽ നിങ്ങളാരും അത്ഭുതപ്പെടേണ്ടതില്ല. അത്തരം ഫോട്ടോകള്, അത്തരം വാർത്തകള് ഇന്ത്യ രാജ്യത്ത് ഇനിയും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ മുന്നണിയാകുകയല്ല, ലയനത്തിന്റെ തീയതി പോലും ചിലപ്പോൾ ഒന്നിച്ച് കേൾക്കാനുള്ള ഒരു സൗഭാഗ്യം ഇന്ത്യ രാജ്യത്തുണ്ടാകുമെന്നോ എന്നാണ് നമ്മൾ ആലോചിച്ചു. CPM അവരുടെ നിലപാടിൽ നിന്ന് ഒരുപാട് ബഹുദൂരം സഞ്ചരിച്ചതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വേട്ടയാടലിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകള് ഓരോ പ്രദേശങ്ങളിലും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. തളരാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തയ്യാറല്ല എന്നതിന്റെ സൂചനയാണ് ഇവിടെ ഇപ്പോൾ ഈ സമയത്ത് നടക്കുന്ന ഈ വമ്പിച്ച റാലിയും പെരുമ്പാവൂരിൽ നടക്കുന്നതും കൊല്ലത്ത് നടക്കുന്നതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഒരു സൂചന മാത്രമാണ്. അതുകൊണ്ട്
മുസ്ലിം സമുദായത്തോടും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ദളിത് പ്രസ്ഥാനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ ചില കാര്യങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഉയർത്താണ്. മുസ്ലിം സമുദായം ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഉയർന്നു വരുന്ന ഓരോന്നിനെയും തലതള്ളി പൊളിക്കാനും പിടിച്ചുകൊടുത്ത് അവസാനിപ്പിക്കാനും ഒതുക്കി നിർത്തി നിശബ്ദമാക്കാനും നടത്തിയ ശ്രമങ്ങളുടെ തുടർച്ച അത് ഇനിയും ഉണ്ടാകാൻ പോകുകയാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താണെന്ന് വെച്ചാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് പുതിയൊരു രാഷ്ട്രീയ മുന്നേറ്റം കൂടി ഉണ്ടായിരിക്കുന്നു. ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഈ ശക്തികളെ മുഴുവൻ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വേട്ടയ്ക്ക് പിന്നിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് എല്ലാ തലത്തിലുമുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് ഇതിനെയെല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമുദായത്തിന്റെ നേതൃത്വത്തിന്റെ കൊഞ്ചിക സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഷണ്ഡീകരിക്കാൻ ശ്രമിച്ച ഒരു സമുദായമല്ല വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാൻ സമുദായ നേതൃത്വങ്ങൾ തയ്യാറാവണമെന്ന് എനിക്ക് പറയാം. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളോട്, ദളിത് വിഭാഗങ്ങളോട്, പാർശ്വവൽക്കൃത സമൂഹങ്ങളോട് ഇതാ മുസ്ലിം സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തകർക്കുന്ന പോലെ നിങ്ങളെയും അടിച്ചമർത്താൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വേദനകളൊന്നാണ്, നമ്മുടെ ദുഃഖങ്ങളൊന്നാണ്, നമ്മുടെ ചോരയൊന്നാണ്. അതുകൊണ്ട് കേരളത്തിലെ ദളിത് പ്രസ്ഥാനങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളും തിരിച്ചറിവിലൂടെ മുന്നോട്ട് വന്ന് കൈകോർത്ത് നീങ്ങേണ്ട ഒരു സന്ദർഭമായിരിക്കുന്നു. അതിന് ഈ രാജ്യത്തെ ദളിത് മുന്നോക്ക പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് നിങ്ങൾ ഈ നാടിനെ നശിപ്പിക്കരുത്. ഈ നാട് സ്വന്തമായി കഴിയാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ടെങ്കിൽ സംയമനത്തോടു കൂടി നിങ്ങൾ പെരുമാറേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, ഇവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന, നാട് തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഉറഞ്ഞിത്തുള്ളുമ്പോൾ ആ ഉറഞ്ഞിത്തുള്ളലിനെ നാടിന്റെ മുഴുവൻ നശീകരണത്തിന് എത്രമാത്രമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഖരത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ബോംബുകളും സ്ഫോടക വസ്തുക്കളുമാണ് കേണൽ പുരോഹിതിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് എന്ന് മാത്രമല്ല, അജ്മീർ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് സൈന്യം എങ്ങനെയാണോ മിശ്രിതം ഉപയോഗിക്കുന്നത്, സൈന്യത്തിന്റെ കണ്ടന്റ് എന്താണോ അതേ അളവിലാണ് അജ്മീർ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും ആ ചെറുപ്പക്കാർ, മുസ്ലിം ആദ്യം വേട്ടയാടപ്പെട്ട മുഴുവൻ ചെറുപ്പക്കാരും ഇന്നും ജയിലുകളിൽ കഴിയുകയാണ്. ഇത്തരം ആളുകളെ കുറിച്ച് അവരൊക്കെ ഇത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നതിന് പകരം ഇവിടെ ഒരു സമൂഹത്തെ വേട്ടയാടുന്നതിന് വേട്ടക്കാരനോടൊപ്പം കൂടുന്ന പ്രവണത അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിനെ നിലനിർത്താൻ ആവശ്യമായ, സമാധാനപൂർണ്ണം നിലനിർത്താൻ ആവശ്യമായ പ്രക്രിയയിൽ മാധ്യമങ്ങൾ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരോട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ടാണ് നിങ്ങൾ ഈ മുന്നേറ്റത്തിനൊപ്പം നിന്നിട്ടുള്ളത്. ഈ മുന്നേറ്റത്തെ തകർക്കാനും തളർത്താനും നിങ്ങളെ ഒന്നായി ജയിലറിൽ പിടിച്ചുകൊണ്ടുപോയിട്ടാലും നിർവീര്യമാക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ മുന്നേറ്റമെന്ന് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇവിടെ അണിനിരന്നിട്ടുള്ള എന്നെ ശ്രമിക്കുന്ന എന്റെ സഹോദരങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്നാണ്. ഇതുപോലെ ഒരുപാട് ഘട്ടങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, ദൈവാനുഗ്രഹത്താൽ
നമുക്ക് ആവേശം വർദ്ധിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്നുകൂടി ഉയരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്നുകൂടി വളരുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ തയ്യാറാവുക എന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മുസ്ലിം സമുദായത്തിന് പരിധി നിർണയിക്കാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായം ഇത്രേ ചെയ്യാൻ പാടുള്ളൂ. അവർ പള്ളി നടത്തിക്കോട്ടെ, അവർ മദ്രസ നടത്തിക്കോട്ടെ, അവർ ദർസ് നടത്തിക്കോട്ടെ, അവർ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിക്കോട്ടെ. അതിനപ്പുറത്ത് ഇന്ത്യ രാജ്യത്ത് ഒരു ചിഹ്നവും, രാഷ്ട്രത്തിന്റെ ഒരു ചിഹ്നവും നിങ്ങൾ തൊട്ടുപോകരുത്. അതാണ് ഫ്രീഡം പരേഡ് നിങ്ങൾ നടത്തേണ്ടിയിരുന്നത്. പരിധി നിർണയിക്കുക. ആരാണ് നമുക്ക് പരിധി നിർണയിക്കാൻ ഇവിടെ വളർന്നിട്ടുള്ളത്? സാധ്യമല്ല. മുസ്ലിം സമുദായത്തിന് പരിധി നിർണയിക്കുന്ന ഒരു ശക്തിയെയും ഇവിടെ നിലനിൽക്കാൻ പറ്റാത്ത വിധം ഈ രാജ്യത്തെ ജനങ്ങൾ തുടച്ചു നീക്കുക തന്നെ ചെയ്യും. ആർക്കും പരിധി നിർണയിക്കാൻ കഴിയുന്നില്ല. ഇവിടെ എല്ലാവർക്കും നിർബാധം കാര്യങ്ങൾ നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്, കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇന്ന് രാത്രി 12 മണി വരെ ഇവിടെ പെർമിഷൻ യാതൊരു പ്രശ്നവുമില്ല. ഇവിടുത്തെ ഒപ്പരഫണ്ടുകാരന് 6 മണിക്ക് തീർക്കാനുള്ള തിട്ടൂരം നിർണ്ണയിക്കുന്നു. അങ്ങനെ പരിധികൾ നിർണ്ണയിക്കുന്നു. ആ പരിധികൾക്ക് ഒതുങ്ങാത്ത ഒരു ഇന്ത്യയാണ് വരാൻ പോകുന്നത് എന്ന് ഈ മൗഢ്യന്മാർ, മൂഢന്മാർ മനസ്സിലാക്കുന്ന ഒരു നാൾ വരിക തന്നെ ചെയ്യും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതുകൊണ്ട് തകർക്കാനോ തളർത്താനോ നമ്മെ സാധിക്കില്ല. ഒരു വിശുദ്ധ ഖുർആന്റെ ഒരു സൂക്തം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ സഹോദരന്മാരോട്, എന്റെ സഹപ്രവർത്തകന്മാരോട്, മുസ്ലിം സമുദായത്തോട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും നിങ്ങൾക്കെതിരാണ്. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. നിങ്ങൾക്കെതിരെ എല്ലാവരും സംഘടിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്ന് പറയുമ്പോൾ ഫസാദഹും ഈമാൻ, വിശ്വാസം വർദ്ധിപ്പിക്കുന്നവരായി. വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അല്ലാഹു മാത്രം മതി വരമേൽപ്പിക്കാൻ, അല്ലാഹു മാത്രം മതി, അല്ലാഹു മാത്രം മതി, അല്ലാഹു മാത്രം മതി വരമേൽപ്പിക്കാൻ. മറ്റൊരു ശക്തിയിലും ഞങ്ങൾ വരമേൽപ്പിക്കാൻ സന്നദ്ധമല്ല. ഈ രാജ്യത്ത് ദൈവദത്തമായ സ്വാതന്ത്ര്യം, ദൈവദത്തമായ വായു, ദൈവദത്തമായ വെള്ളം ഇവിടെ ആർക്കൊക്കെ ലഭ്യമാണോ അവർക്കൊക്കെ ലഭ്യമാകുന്നത് പോലെ ഓരോ മുസൽമാനും, ഓരോ പിന്നോക്ക വിഭാഗക്കാരനും, ഓരോ ദളിതനും ആസ്വദിക്കുന്ന ഒരു ഇന്ത്യ, ആ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ അവിശ്രാന്തമായി, നിതാന്തമായി, ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധമായ ഒരു മുന്നേറ്റമാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ജനങ്ങളോട് ഇതിന്റെ കടപ്പാടുള്ള ഒരു കൂട്ടം സമർപ്പിതരായ സമൂഹമാണ് നിങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവർ, ഈ രാജ്യത്ത് നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇതാ നിങ്ങളുടെ ഉയർത്തേൽപ്പിനുള്ള ഒരു മൂവർണ്ണ കൊടി വാനിൽ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാ അനീതികളെയും, ഇവിടെയുള്ള എല്ലാ അവകാശ നിഷേധങ്ങളെയും നമുക്ക് ചേർത്ത് തോൽപ്പിക്കാം. അതിനായി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൊടിക്കീഴിൽ അണിനിരക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ കള്ളപ്രചരണങ്ങളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹകരണങ്ങൾക്ക്, പിന്തുണക്ക് 1000 അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.